ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ തളപതി വിജയണ്ണന്റെ ജനനായകൻ സിനിമയുടെ ഇന്ന് രാവിലെ മദ്രാസ് ഹൈക്കോടതിന്റെ വിധി വന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ മദ്രാസ് ഹൈക്കോർട്ട് CBFCക്ക് നിർദ്ദേശം നൽകി ഈ സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട്. എന്നാൽ ആ വിധിക്കെതിരെ CBFC അപ്പീലിട്ടതോടുകൂടി ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഡിവിഷൻ ബെഞ്ച് എന്താണെന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ ജഡ്ജിമാർ ചേർന്ന് കേസ് കേൾക്കുന്ന കോടതിയാണ് ഡിവിഷൻ ബെഞ്ച്. രാവിലെ പറഞ്ഞത് ഹൈക്കോർട്ടാണ്, അത് വന്നിട്ട് സിംഗിൾ ബെഞ്ചാണ്. ഇത് ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് എന്ന് പറയുമ്പോൾ ഒറ്റ ജഡ്ജേ കാണുള്ളൂ. ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ പേര് കാണും. ഇപ്പോൾ അത് ഡിവിഷൻ ബെഞ്ചിന് കൈമാറി. ഇവരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ജനുവരി 21 ഈ കേസിന്റെ അടുത്ത വിധി എന്ന് പറയുന്നത്. അതായത് ആ ദിവസം കോടതിയിൽ നിന്നുള്ള വ്യക്തമായ വിധി വന്നതിന് ശേഷം മാത്രമേ റിലീസ് ഡേറ്റ് ഇവർ അനൗൺസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുവരെ ജനനായകൻ സിനിമ റിലീസ് ഉണ്ടാവില്ലെന്നാണ് നിലവിലെ സ്ഥിതി. സോഷ്യൽ മീഡിയയിൽ പല ഫേക്ക് ന്യൂസും വരുന്നുണ്ട്. 14-ാം തീയതി റിലീസാവും, 15-ാം തീയതി റിലീസാവും എന്നൊക്കെ. ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നത് ജനുവരി 21 കോടതി വിധിയാണ്. അതുകൊണ്ട് ഫേക്ക് ന്യൂസ് വിശ്വസിക്കാതെ ജനുവരി 21 വരെ എല്ലാവരും കാത്തിരിക്കണം. പക്ഷേ ഇതിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കോടതി വിധി വന്നാലും ഇതും അവർക്ക് CBFCക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. ഇതിന്റെ അടുത്തതെന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതാണ് ലാസ്റ്റ്. ഹൈക്കോർട്ട് കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച്, അത് കഴിഞ്ഞ് സുപ്രീം കോർട്ടാണ് ലാസ്റ്റ്. അതിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത്, ഈ വിജയണ്ണന്റെ സിനിമയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനെ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിട്ടില്ലേ? ഒരു സിനിമയല്ലേ, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്, അത് എല്ലാവർക്കും ഉള്ളതല്ലേ? ഇത്രയ്ക്കും പേടിയാണോ ഇദ്ദേഹത്തിന്? എനിക്കൊന്നും പറയാനില്ല. ശരി, എന്നാലും നമുക്ക് ജനുവരി 21 വരെ വെയിറ്റ് ചെയ്യണം. വീണ്ടും ഇതുപോലെ പുതിയ അറിവുകളുമായി വീണ്ടും വരും.